സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ദേശീയ ലേബർ കോൺക്ലേവ് ഈ മാസം 19-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള തൊഴിൽ രംഗത്തെ പ്രമുഖരും ദേശീയാടിസ്ഥാനത്തിൽ തൊഴിലും തൊഴിലാളി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമുഖരും അതുപോലെ നിയമജ്ഞരും ഉടമ വിഭാഗത്തിൻ്റെ പ്രതിനിധികളും അടക്കം 100 ഡെലിഗേറ്റ്സ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതാണ്. ഈ കോൺക്ലേവിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ ലേബർ കോഡ് ഉണ്ടാക്കുന്ന കെടുതികളെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യും. രണ്ടൊന്ന്, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് എങ്കിലും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ദേശീയാടിസ്ഥാനത്തിലുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 29 നിയമങ്ങളാണ്. അത് ഒരു ചർച്ചയും കൂടാതെ ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യുകയോ പാർലമെൻറ്റിൽ വേണ്ടവണ്ണം ചർച്ച ചെയ്യുകയോ കൂടാതെ അതിനെ ഒഴിവാക്കി 4 കോഡുകളാക്കി മാറ്റിയിരിക്കുന്നു. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരെ അടക്കം ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്. പക്ഷെ എന്നാൽ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അപ്പം ഇത് ഈ ദേശീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺക്ലേവിൻ്റെ തീരുമാനങ്ങൾ കേന്ദ്ര തൊഴിൽ മന്ത്രിയും ബന്ധപ്പെട്ട അധികാരികൾക്കും സമർപ്പിക്കുന്നതാണ്.